Welcome to XY's Malayali's channel. Don't forget to subscribe. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിയമത്തെ അറിയാതെ നമ്മളെല്ലാവരും പലപ്പോഴും അജ്ഞതയിൽപ്പെടാറുണ്ട്. അതിനുപുറമെ ചിലപ്പോൾ അഭിഭാഷകരെ സമീപിക്കാനും നിയമസഹായം തേടാനും പലർക്കും സാമ്പത്തികമായി കഴിയാറില്ല. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തന്നെ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 39A പ്രകാരം സൗജന്യ നിയമസഹായം നേടാനുള്ള അവകാശം നമ്മൾക്കുണ്ട്. സൗജന്യ നിയമസഹായം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക്, സ്ത്രീകൾക്കും കുട്ടികൾക്കും വികലാംഗർക്കും തടവുകാർക്കും തുടങ്ങി നിരവധി വിഭാഗങ്ങൾക്കാണ് സർക്കാർ നിയമസഹായം സൗജന്യമായി നൽകുന്നത്. എവിടെയാണ് ലഭിക്കുന്നത്? ജില്ലാ നിയമ സേവന അതോറിറ്റി DLSA. ഇത് ഓരോ ജില്ലയിലും ജില്ലാ ജഡ്ജിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ നിന്ന് അപേക്ഷ നൽകിയാൽ അവർ നിയോഗിക്കുന്ന അഭിഭാഷകനിൽ നിന്നും നിയമസഹായം ലഭിക്കാം. ഓഫീസുകൾ താലൂക്ക് തലങ്ങളിലും പ്രവർത്തിക്കുന്നു. ഹൈക്കോടതിയിലെ നിയമസേവന സമിതി HCLSC. ഹൈക്കോടതിയിൽ പോസ്റ്റ് ചെയ്യേണ്ട കേസാണെങ്കിൽ ഇവിടെ അപേക്ഷിക്കാം. കൊച്ചി ഹൈക്കോടതിയിലാണ് ഇതിന്റെ ഓഫീസ്. സംസ്ഥാന നിയമസേവന അതോറിറ്റി SLSA. സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്നു. www.slsakerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിശദവിവരങ്ങൾ അറിയാം. ലോക് അദാലത്ത് ലോക് അദാലത്ത്. ഈ പരിപാടികൾ മുഖേന പ്രശ്നങ്ങൾ കുറഞ്ഞ കേസുകൾ സൗഹാർദ്ദപരമായി തീർപ്പാക്കുന്നു. ഇവിടെ തീരുന്ന കേസുകൾക്ക് അപ്പീൽ വേണ്ട. ലോക് അദാലത്ത് ലോക് അദാലത്ത്. ഈ പരിപാടികൾ മുഖേന പ്രശ്നങ്ങൾ കുറഞ്ഞ കേസുകൾ സൗഹാർദ്ദപരമായി തീർപ്പാക്കുന്നു. ഇവിടെ തീരുന്ന കേസുകൾക്ക് അപ്പീൽ വേണ്ട. അപേക്ഷിക്കേണ്ടതെങ്ങനെയാണ്? അപേക്ഷാ ഫോം ലഭിക്കുന്നത് നിയമസേവന ഓഫീസുകളിൽ. ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, മറ്റ് ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിക്കുക. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഒരു അഭിഭാഷകന്റെ സേവനം ലഭിക്കും. ഫ്രീ ആയി കേസ് ഫയൽ ചെയ്യാം. Thank you for watching. Hello, hey.